മലയാളികൾ ഒറ്റയ്ക്കും കൂട്ടായും കൃഷി ചെയ്യുന്നതിലധികവും ചെണ്ടുമല്ലിയാണ്. മഞ്ഞ നിറത്തിലുള്ളതും കുങ്കുമശോഭയാർന്നതുമെല്ലാം ആനന്ദം പകരുന്ന കാഴ്ചകളുമാണ്. പാടത്തും പറമ്പിലും മാത്രമല്ല, സ്കൂൾ മുറ്റങ്ങൾ വരെ പൂപ്പാടങ്ങളായി. ചിങ്ങത്തിന്റെ തുടക്കത്തിൽ കിട്ടിയത് ഭേദപ്പെട്ട വിലയാണ്. അത്തം പിറന്നതോടെ കൂടുതൽ പൂക്കൾ വിപണിയിലേക്കെത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾ കൂടി ആയതോടെ വിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചു. കിഴക്കുപുറം ഇടയിലെ വീട്ടിൽ സുധ 15 സെന്റിലാണ് കൃഷി ചെയ്തത്. വിളവെടുക്കുന്നുമുണ്ട്. നമുക്കില്ലാത്ത കൃഷികളൊന്നുമില്ല. ഇപ്പോൾ ബന്ധിക്കൃഷി വന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്നുകൂടെ ആരെങ്കിലുമൊക്കെ അറിയുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. വലിയൊരു സന്തോഷമാണ്. ബന്ധിപ്പൂ കൃഷി തുടരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷവും ദൈവം അനുഗ്രഹിച്ചാൽ ഇതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ 2 ഗ്രൂപ്പും ചെയ്യും. ചെണ്ടുമല്ലിയുടെ വിൽപ്പന വില കിലോയ്ക്ക് 70 ആയിട്ടുണ്ട്. വിലക്കുറവിന് വ്യാപാരികൾ പറയുന്ന കാരണം ഇതാണ്. ഇവിടെ 35,000 ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്തപ്പോൾ സംസ്ഥാനത്തിന് വെളിയിൽ ഉള്ള കർഷകർ പൂക്കളുടെ വില ഇടിച്ചു എന്നുള്ളതാണ്. ഓണാഘോഷമായി സംബന്ധിച്ച് അവരുടെ സാധനങ്ങൾ കേരളത്തിൽ നിത്യേന കയറി വരികയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അടുത്ത 2 നാൾ നിർണായകമാണ്. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ്. തിരുവോണനാളിൽ പൂക്കളമിടുന്നതിനായി മലയാളി തലേന്നേ ഒരുക്കവും തുടങ്ങും. അതിനാൽ കിലോയ്ക്ക് 20 രൂപയുടെയെങ്കിലും മെച്ചം ഈ ദിവസങ്ങളിൽ കർഷകർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.